ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഓരോ ക്വസ്റ്റ്യനും PSCയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് വരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? അലഹബാദ്, ഹാൽദിയ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? അലഹബാദ്, ഹാൽദിയ. നമുക്കിനും ദേശീയപാതകൾ പ്രധാനപ്പെട്ടത് നോക്കാം. ദേശീയ ജലപാത 1 ഏതെല്ലാം സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്നു? ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ബന്ധിപ്പിക്കുന്നു. ഏകദേശം 1620 കിലോമീറ്റർ നീളമാണ് ദേശീയപാത 1 ഉള്ളത്. ദേശീയ ജലപാത 1 1620 കിലോമീറ്റർ നീളമുണ്ട്. ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ അത് ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അപ്പോൾ ദേശീയ ജലപാതയ്ക്ക് 891 കിലോമീറ്റർ നീളമുണ്ട്. ബ്രഹ്മപുത്ര നദി മുതൽ ധൂബ്രി വരെ അത് വ്യാപിച്ച് നിൽക്കുന്നു. ദേശീയ ജലപാത 3 എവിടെയാണ്? കേരളത്തിൽ കൊല്ലം ജില്ല മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ആണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3ന്റെ നീളം 205 കിലോമീറ്റർ. ദേശീയ ജലപാത 4 എവിടെ നിന്ന് എവിടെ മുതൽ ബന്ധിപ്പിക്കുന്നു? ഗോദാവരി കൃഷ്ണ നദിയുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത 4. അതായത് ഗോദാവരി മുതൽ കൃഷ്ണ നദിയുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെ 1905 കിലോമീറ്റർ നീളമാണ് ദേശീയ ജലപാത 4 ഉള്ളത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൈഗ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകം. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കർണാടകം. കൽപ്പാക്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൽപ്പാക്കം ഒരു ആണവ നിലയമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്രാപാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാക്രാപാറ ഒരു ആണവ നിലയമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അടുത്തത് താരാപൂർ ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. അപ്പോൾ താരാപൂർ ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. ഇനി നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ കുറിച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ടിസ്കോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. TISCO. ടിസ്കോയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ് ടിസ്കോയുടെ പൂർണ്ണ പേര്. അപ്പോൾ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ് ടിസ്കോയുടെ പൂർണ്ണ പേര്. 1907 ഓഗസ്റ്റ് 26 ജംഷഡ്പൂരിലാണ് ജംഷഡ്ജി ടാറ്റയുടെ സ്ഥാപനമായ ടിസ്കോ നിലവിൽ വന്നത്. 1907 ഓഗസ്റ്റ് 26 ജംഷഡ്പൂരിൽ ടാറ്റയുടെ സ്ഥാപനം, അതായത് ജംഷഡ്ജി ടാറ്റയാണ് ടിസ്കോയുടെ സ്ഥാപകൻ. 1907 ഒക്ടോബർ 26 ജംഷഡ്പൂരിൽ നിലവിൽ വന്നു. പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ കൊൽക്കത്ത റെയിൽവേ പാതയോട് ചേർന്ന് കൊൽക്കത്ത തുറമുഖത്തിൽ നിന്ന് 240 കിലോമീറ്റർ മാത്രം അകലെയാണ്. അതായത് നമ്മുടെ ടിസ്കോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ കൊൽക്കത്ത റെയിൽവേയോട് ചേർന്നുള്ള കൊൽക്കത്ത തുറമുഖത്ത് നിന്ന് 240 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഉരുക്ക് കയറ്റുമതി ചെയ്യാൻ ഏറ്റവും അടുത്തുള്ള തുറമുഖവും ഇതാണ്. അപ്പോൾ തുറമുഖം
ഉരുക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും അടുത്തുള്ള തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? PSCയിൽ മണ്ണുകളെക്കുറിച്ചും ആണവ നിലയങ്ങളെക്കുറിച്ചും ഇരുമ്പുരുക്ക് ശാലകളെക്കുറിച്ചും ഒക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട മണ്ണിനങ്ങളിൽ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്നും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ തരം തിരിവുകളാണ് ഖാദർ, ഫംഗർ എന്നിവ. അപ്പോൾ എക്കൽ മണ്ണിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഖാദർ, ഫംഗർ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്നതാണ് ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് ഏത് കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്നു? മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്നതാണ് ചെങ്കൽ മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്നതാണ് പീറ്റുമണ്ണ്. പീറ്റുമണ്ണ് ഏത് കാലാവസ്ഥാ മേഖലയിലാണ് കാണപ്പെടുന്നത്? ചതുപ്പു നിലങ്ങളിലാണ് കാണപ്പെടുന്നത്. ചതുപ്പ് നിലങ്ങളിലാണ് പീറ്റുമണ്ണ് കാണപ്പെടുന്നത്. മൺസൂൺ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. അടുത്ത് നമുക്ക് കൽക്കരി ഖനികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ളത്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? കൽക്കരി. ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരി. കൽക്കരിയെ പ്രധാന ഘടകമാണ് കാർബൺ. കൽക്കരിയിലെ പ്രധാന ഘടകം ഏതാണ്? കാർബൺ. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ സ്ഥാനത്തിൽ കൽക്കരിയെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ 4ആയി തിരിച്ചിരിക്കുന്നു. അപ്പോൾ കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ എത്രയായി തിരിച്ചിരിക്കുന്നു? കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ 4ആയി തിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് 4? ഏതൊക്കെ 4 വിഭാഗങ്ങളാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രാസൈറ്റ്. താങ്ക് യു.